നമസ്കാരം. കെ മുരളീധരന്റെ മന്ത്രി ഓഫീസിൽ പാളയത്തിൽ പട. കലഹം മൂർച്ഛിച്ചതോടെ 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ രാജിവെച്ചു. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മുരളീധരൻ പരാജയമാണെന്ന് ആക്ഷേപം ഉയരുമ്പോൾ തന്നെയാണ് പാളയത്തിൽ പടയും തുടങ്ങിയത്. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ ശ്രീലാൽ, ഗോവിന്ദരാജ് എന്നിവരാണ് രാജി നൽകിയത്. ഇതിൽ ശ്രീലാൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്, ഗോവിന്ദരാജ് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയുമാണ്. ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പിന്നിലായ മുരളീധരന് ഓഫീസ് ഭരണത്തിലും പിന്നിലാകുന്നുവെന്ന സൂചനയാണ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ രാജിയിലൂടെ പുറത്തുവരുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജി എന്നാണ് രാജിവെച്ചവർ വിശദീകരിക്കുന്നതെങ്കിലും പ്രശ്നങ്ങൾ അടിത്തട്ടിൽ രൂക്ഷമാണ്. പാളയത്തെ പോരിൽ അടുപ്പക്കാരെ പോലും സംരക്ഷിക്കാൻ മുരളീധരന് കഴിയുന്നുമില്ല. മുരളീധരൻ MLA ആയപ്പോൾ മുതൽ PA ആയിരുന്ന ആളാണ് അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ നിന്ന് വിരമിച്ച ശ്രീലാൽ. ഗോവിന്ദരാജും എത്തിയത് സെക്രട്ടേറിയറ്റിൽ നിന്നുമാണ്. ദേവസ്വം കാര്യങ്ങളാണ് ഗോവിന്ദരാജ് നോക്കിയിരുന്നത്. സതീശൻ മന്ത്രിസഭ അധികാരമേറ്റ് 1 മാസത്തിനകം തന്നെയാണ് ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും രാജികൾ വന്നിരിക്കുന്നത്. ഇവർക്ക് പകരം നിയമനം നടന്നിട്ടുമുണ്ട്. രാജിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തെത്തുമെന്നാണ് സൂചന. കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലും ഭിന്നത രൂക്ഷമാണ്. ഈ പ്രശ്നങ്ങളിലും പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ കോൺഗ്രസ് യൂണിയൻ നിലവിൽ പിളർപ്പിലാണ്. ഇതിൽ ഒരു വിഭാഗത്തെ പാർട്ടി അവഗണിക്കുകയാണ് എന്ന പരാതി മറുവിഭാഗത്തിനുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രി കൂടിയായതോടെ KPCCയിലെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു കിടക്കുകയാണ്. സണ്ണിക്കും സെക്രട്ടേറിയറ്റ് യൂണിയനിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഏകോപനവും നിലവിൽ തവിടുപൊടിയായി കിടക്കുകയാണ്. ഇതിനിടയിലാണ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ രാജിയും വന്നിരിക്കുന്നത്. UDF മന്ത്രിസഭയിൽ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നുള്ള 3ാമത്തെ രാജിയാണിത്. നേരത്തെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ബെന്നി തോമസ് രാജിവെച്ചിരുന്നു. സണ്ണിയുടെ സഹോദരി ഭർത്താവായിരുന്ന ബെന്നിയെയാണ് സണ്ണി ജോസഫ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി നിയമനം നൽകിയത്. ഇത് വൻ വിവാദവുമായി. ബന്ധു നിയമനം എന്ന് പറഞ്ഞു പ്രതിപക്ഷം രംഗത്ത് വരികയും കോൺഗ്രസിൽ നിന്ന് എതിർപ്പുകൾ ഉയരുകയും ചെയ്തതോടെയാണ് രാജി വന്നത്. നിൽക്കക്കള്ളിയില്ലാതെ ബെന്നി ജോസഫിന്റെ കയ്യിൽ നിന്നും രാജി വാങ്ങുകയായിരുന്നു. UDF സർക്കാരിന്റെ ആദ്യ വിക്കറ്റ് തെറിച്ചെന്നും ഇനിയും ചില വിക്കറ്റുകൾ തെറിക്കാനുണ്ടെന്നും ശ്രുതികൾ ഉയരുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് മുരളീധരന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും കൂട്ടത്തോടെ രാജി വന്നതും.